അസ്സലാമു അലൈക്കും. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ടിരുന്നു കണ്ടാണ് ടാഫി മോളൊന്ന് സ്കൂൾക്ക് പോയത്. ഓള് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേന് ഞാൻ പഴംപൊരി ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ അത് തിന്നപ്പോൾ ഓള് പറയുന്നത് നാളെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ വെച്ച് ചെറിയ ബോൾസ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പഴട്ട് കണ്ട് ഉണ്ടാക്കലില്ല, അത് ഉണ്ടാക്കി തരണം. എങ്ങനെയുണ്ട്? സൂപ്പറാ. ഓളത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിട്ടോ. പാൽവാഴക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പാൽവാഴക്ക ഉണ്ടാക്കിയ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാല് പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. പാല് പിരിഞ്ഞൊന്നും പോകാതെ എങ്ങനെ പെട്ടെന്ന് പാൽവാഴക്ക ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ അരക്കപ്പ് ചൊവ്വരി, സാബുനരി എന്ന് പറയും, അത് അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, ആ വെള്ളം തിളച്ചതിന് ശേഷം ഈ സാബുനരി ഇതിലേക്ക് ഇട്ടെടുത്തതാണ് കേട്ടോ. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. അപ്പുറത്തെ അടുപ്പിൽ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇത് ഇടയ്ക്കൊന്ന് മൂടി തുറന്നുകാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് അടി പിടിക്കും. ഇത് വെന്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് പാല് പറഞ്ഞു കൊടുക്കാം. ഇനി അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണം. ഇതിലേക്ക് പഴം ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, ഇതൊന്ന് തിളപ്പിച്ച് എടുക്കുക കേട്ടോ. അധിക സമയം തിളപ്പിച്ചണ്ട കേട്ടോ. ഒന്ന് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഒരൊറ്റ തള വന്നാൽ മതി. എന്നിട്ട് ഇതിന്ന് ഊറ്റട്ടോ. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാലും സാബുനരി ഇട്ട ഇതിലേക്ക് നമ്മൾ നേരിട്ട് പഴം ഇട്ട് കൊടുക്കുമ്പോൾ ചില സമയങ്ങളിൽ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ ആ പാലിന് പിരിച്ചൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴം നെയ്യിൽ വാട്ടിയെടുക്കൂലേ, അതേമാതിരി വാട്ടിക്കണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പല ആൾക്കാരും പല വിധത്തിലേക്കാരും ഉണ്ടാക്കുക. ഞാൻ ഇങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കൽ. എൻ്റെ പാല് അങ്ങനെ പിരിയലില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതാ സാബുനരിയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലില്ല, പാല് പാർന്ന് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് എടുക്കുക കേട്ടോ. ഈ സമയം അപ്പുറത്തെ അടുപ്പിൽ പഴം നല്ലോണം തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഊറ്റി വെക്കുക കേട്ടോ. പഴം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഇതാ പാല് പാർന്ന് കൊടുത്തിട്ട് സാബുനരി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക, പിന്നെ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പഴം നേരത്തെ ഊറ്റി വെച്ച പഴമല്ലേ, അത് ഇട്ട് കൊടുക്കുക. പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തിളക്കരുത് കേട്ടോ, നല്ലോണം തിളപ്പിച്ചരുത്, ഒരൊറ്റ തള വന്നാൽ മതി. പിന്നെ പഴം പുഴുങ്ങിയെടുക്കുമ്പം അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ആ വെള്ളത്തേക്ക്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പം പഴം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് തേങ്ങാപ്പാൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങേൻ്റെ പാലാണ് എടുത്തുക്കുന്നത്. തേങ്ങാപ്പാൽ ഇതിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് ലൂസ് പോലെയാണെങ്കിലും കുറച്ച് ചൂടാറിയാൽ ഇതൊന്ന് കട്ടി കൂടും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 തുള്ളി ഈ വനില എസൻസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഏറരുതേ, ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. ഏറി പോവരുത്, ഒരു 3-4 തുള്ളി അത്ര മതി. തീ ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ വനില എസൻസ് പാർന്ന് കൊടുക്കേണ്ടത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തെടുത്തതാണ് അതിട്ട് കൊടുത്തേക്കണ്. ഇനി അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇത് ഒന്നുകൂടി കട്ടി ആയി വന്നിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട്? സൂപ്പറാ.